തലസ്ഥാന നഗരത്തിൽ ജോലി തേടിയെത്തിയ യുവതിയെ പെൺവാണിഭ സംഘം കൂട്ടബലാത്സംഗത്തിനിരയാക്കി. സംഭവത്തിൽ 9 പേർ അറസ്റ്റിലായി. ബലാത്സംഗത്തിനിരയായ യുവതി ബുദ്ധിമാന്ദ്യമുള്ളയാളാണെന്ന് പോലീസ് അറിയിച്ചു. തമ്പാനൂരിലെ ഒരു ഓട്ടോ ഡ്രൈവറാണ് തന്നെ പെൺവാണിഭ സംഘത്തിൽ എത്തിച്ചതെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. ജോലി തേടി നീലേശ്വരത്ത് നിന്ന് തലസ്ഥാന നഗരത്തിലെത്തിയ തന്നെ പെൺവാണിഭ സംഘം നിഷ്കരുണാർത്ഥം പിച്ചി ചീന്തിയെന്നാണ് പരാതിക്കാരി പോലീസിന് നൽകിയ മൊഴി. തിരുവനന്തപുരം സ്വദേശികളായ വിപിൻ, മിനി, രാഹുൽ, വിജിൻ, ഗോകുൽ, നിതീഷ്, രാഹുൽ, രഘുനാഥ്, ഗ്ലോറി എന്നിവരാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. അറസ്റ്റിലായ വിജിൻ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ മാസം തിരുവനന്തപുരത്തെത്തിയ യുവതി തമ്പാനൂരിലെ ഒരു ഓട്ടോ ഡ്രൈവറോട് താൻ വീട് വിട്ടുവരുന്നതാണെന്നും ജോലി തരപ്പെടുത്തി തരണമെന്നും ആവശ്യപ്പെട്ടു. യുവതിക്ക് തിരുവനന്തപുരത്ത് പരിചയങ്ങളില്ലെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ ജോലി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് യുവതിയെ കുടപ്പനക്കുന്നിൽ താമസിക്കുന്ന കേസിലെ മുഖ്യപ്രതി വിപിന്റെയും ഭാര്യ മിനിയുടെയും വീട്ടിലെത്തിച്ചു. അതേ ദിവസം രാത്രി തന്നെ യുവതിയെ മറ്റൊരിടത്ത് കൊണ്ടുപോയി ഓട്ടോറിക്ഷ ഡ്രൈവറും സുഹൃത്തും ചേർന്ന് ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തിയ ശേഷം കുടപ്പനക്കുന്നിലെ വീട്ടിൽ തിരിച്ചെത്തിക്കുകയും ചെയ്തു. തുടർന്ന് അടുത്ത ദിവസം വിപിന്റെയും ഭാര്യയുടെയും അറിവോടുകൂടി യുവതിയെ നെയ്യാറ്റിങ്കര വ്ളാങ്ങാമുറിയുള്ള ഗ്ലോറിയുടെ വീട്ടിലെത്തിക്കുകയും ഇവിടെ വെച്ച് മറ്റു 3 പേർ യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ 1 മാസത്തോളമായി യുവതിയെ പലർക്കായി വിപിനും ഭാര്യയും കാഴ്ചവെച്ചു. മാനസികവും ശാരീരികവുമായി തളർന്ന യുവതി പ്രതികളുടെ തടവിൽ നിന്ന് രക്ഷപ്പെട്ട് വേളി ആശുപത്രിയിൽ ചികിത്സ തേടാനെത്തിയപ്പോഴാണ് വാർത്ത പുറത്താകുന്നത്. തിരുവനന്തപുരം കൂടാതെ കൊല്ലത്തും യുവതിയെ കൊണ്ടുപോയിട്ടുള്ളതായി അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഗ്ലോറിയെയും മിനിയെയും വിപിനെയും കൂടാതെ ബാക്കി 6 പേരെ, ടോട്ടൽ 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതികൾ. എന്നാൽ അന്വേഷണം കൂടുതൽ നടക്കുന്ന ഘട്ടത്തിൽ കൂടുതലൊന്നും പറയാനൊക്കത്തില്ല. കേസിൽ കൂടുതൽ പ്രതികൾ ഇനിയും പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. യുവതിയെ വഞ്ചിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർക്കായും പോലീസ് വലവീശിയിട്ടുണ്ട്. തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഡോക്ടർ ശ്രീനിവാസ് IPSന്റെ നിർദ്ദേശപ്രകാരം ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ മെഡിക്കൽ കോളേജ് CI S നസറുദ്ദീൻ, തുമ്പ SI രതീഷ് GS എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്.